ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ഇട്ട് നമ്മുടെ ആദ്യമോന് ഒരുപാടായിട്ട് നമ്മുടെ പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇരിക്കാനും കഴിയില്ല. ഈ ചെറിയ ഈ ചെയർ മാത്രമേ ഉള്ളൂ അവന് പഠിക്കാനുള്ളൊരു സെറ്റപ്പ് ആയിട്ടുള്ള. അപ്പോൾ എന്താ വെച്ചാൽ ഓന് ഇരിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ എങ്ങനെ നോക്കിയാലും ഓന് ഇരുന്ന് എഴുതാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഈ ഹൈറ്റ് കുറവുള്ള ഇതും നമ്മുടെ കട്ടിൽമേലൊക്കെ വെച്ചാണോ സാധാരണ എഴുതലും. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു നിലയ്ക്ക് പോകാൻ അതിൻ്റെ മുകളിൽ ഇരുന്ന് കറക്റ്റായിട്ട് എഴുതാൻ എപ്പോൾ നോക്കിയാലും എത്ര എഴുതിയാലും കുട്ടിക്ക് എങ്ങനെ എഴുതിയാലും ഇത് കറക്റ്റ് ആവാത്തൊരു പ്രശ്നം കേട്ടോ. എന്ത് എഴുതിയാലും ആൾക്കത് ഒരു കൃത്യത ഇല്ല, ഒരു ലെവലില്ല. അപ്പോൾ അങ്ങനെ കൂടെ അപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ച് എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ സർപ്രൈസ് ആയിട്ട് നിങ്ങൾ കാണട്ടെ എന്താണ് സംഭവം എന്നുള്ളത്. പഠിക്കാനൊക്കെ എന്താ വെച്ചാൽ ഈ നമ്മൾ അവൻ കിടന്നും ഇരുന്നും തിരിഞ്ഞും മറിഞ്ഞൊക്കെ ആയിട്ടാണ് ഒരു ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കലിട്ടാ. അപ്പോൾ എങ്ങനെ നോക്കുമ്പോൾ ഞാൻ സർപ്രൈസ് ആയിട്ടൊരു സംഗതി ചെയ്തതാട്ടോ. എന്താ വെച്ചാൽ അവന് നമുക്കിങ്ങനെ കണ്ടപ്പോൾ നമുക്കൊരു വിഷമം. കാരണം എന്താ വെച്ചാൽ നമുക്കുള്ള സമയത്ത് നമുക്കിങ്ങനെ ഒന്നും കിട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് പോലും നമ്മളെ സമയവും സന്ദർഭവും സാഹചര്യമൊക്കെ നമുക്ക് എതിരായിട്ടുള്ളൊരു സമയമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഞാനെന്താ വെച്ചാൽ അവിടുന്ന് പുറത്തുനിന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ പോയിട്ടോ. കാരണം പിന്നെ ഇവരാരും കൊണ്ടുപോയിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഓരോരോ ബുദ്ധിമുട്ട് കാരണം മോനാണെങ്കിൽ വയ്യാനും പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ മാറി വരുന്നേ ഉള്ളൂ. പിന്നെ വൈഫാണെങ്കിൽ അവിടെ പോയി വരാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി വന്നതാണ് കേട്ടോ. ഞാൻ ചെങ്കുവട്ടി പോയി വന്നു കാര്യങ്ങളൊക്കെ. അതുവരെ ഞാൻ അവരോട് കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ഞാൻ സർപ്രൈസ് ആയിട്ട് തന്നെ വെച്ചിട്ടുള്ളത്, ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്താ വെച്ചാൽ നമ്മുടെ ആദ്യം മോന് ഒരു പഠിക്കാനുള്ളൊരു സംഭവം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി ഒരു പഠിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് അയക്കണം. അവൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഇപ്പോൾ നമ്മളെത്ര നോക്കുമ്പോഴും ഈ കട്ടിലുമ്പോൾ ഇതിങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്ന് എഴുതലും പിന്നെ അതേമാതിരി ഈ ചെറിയ ചെയറല്ല ആ ചെയർ ഇങ്ങനെ വെക്കുമ്പോൾ ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ കൂടി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ആൾക്കുണ്ടായിരുന്നത്. അപ്പോൾ നോക്കുമ്പോഴും എന്താ വെച്ചാൽ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് ഇങ്ങനെ തന്നെയാണ്. അതേപോലെ എന്താ വെച്ചാൽ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ടേനും പിന്നെ സെപ്പറേറ്റ് ആയിട്ട് എന്താ വെച്ചാൽ അതിൻ്റെ അടിയിൽ തന്നെ ബുക്ക് വയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ എത്ര ഹൈറ്റ് നമുക്ക് ചെറുതിട്ട് ഏത് സ്റ്റൂളായി ചെയർ ആയിക്കോട്ടെ അതേപോലെ ടേബിൾ ആയിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ. അതുവരെ ഞാൻ അവരോട് രണ്ടാളോടും പറഞ്ഞിട്ടില്ല ഇത് കൊണ്ടുവരുന്നതും ഇതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാച്ചിട്ടായിരുന്നു കേട്ടോ, വേറെ ഒന്നുമില്ല. എന്തായാലും സംഭവം അത് കണ്ടപ്പോൾ അവൻ എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. കാരണം അത് കൗതുകമായിട്ട് നോക്കിയിരിക്കുകയാണ്. പിന്നീട് അവനത് എൻ്റെ റൂമിൽ കൊണ്ടുവച്ച് അവനത് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ച് കൊടുത്തപ്പോഴാണ് അവനത് മനസ്സിലായിട്ട്. പിന്നെ എന്താ വെച്ചാൽ പഠിക്കാനുള്ള അയിമ തന്നെ കുറച്ച് ഇത് മറ്റേ എണ്ണവും കാര്യങ്ങളും ABCDൻ്റെ മറ്റേ സംഗതികളൊക്കെ അയിമുണ്ട് കേട്ടോ. അതിൽ തന്നെ ടേബിളുമ്മ തന്നെ ഉണ്ട് ഓരോ കാര്യങ്ങൾ പഠിക്കാനുള്ള ഓരോ സംഗതികളും അയിമ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഹൈറ്റ് നമുക്ക് വേണ്ട രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ആ ഒരു കോർണറിലാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ അവന് ഇരിക്കാനും ഇതിനൊക്കെ സൗകര്യമായിട്ടാ. അവൻ്റെ സൗകര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. കാരണം ഈ പോർട്ടബിൾ ആകുമ്പോൾ നമുക്കത് എടുക്കാനും എല്ലാം കൊണ്ടൊരു നല്ലൊരു ഇതായിട്ടാണ്. പിന്നെ കാല് ഇപ്പോൾ നിൽക്കുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കാല് അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് കൈയൊക്കെ കറക്റ്റ് ഹൈറ്റിൽ വെക്കാനും കഴിയും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ഇതാക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്കിത് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് നോക്കി എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് അഭിപ്രായം പറയണം. ഇത് മക്കൾക്ക് നമുക്കിങ്ങനെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവം നമ്മൾ വാങ്ങുള്ളൂ. അവർക്കത് ഹൈറ്റിനനുസരിച്ച് ഓരോ സൗകര്യത്തിനനുസരിച്ച് മനസ്സിൻ്റെ സന്തോഷത്തിനനുസരിച്ച് പഠിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതേതായാലും നമുക്ക് സാധിച്ചു കൊടുത്തു എന്ന് വിചാരിക്കണം. ആദ്യമോൻ എന്തായാലും ഇങ്ങനെ പഠിക്കാനുള്ളൊരു സംഭവം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് വിചാരിക്കണം. എന്തായാലും അവൻ്റെ പഠനം എന്തായാലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നമ്മൾ പഠിച്ച കാലഘട്ടമൊന്നുമല്ലല്ലോ ഇപ്പോൾ പഴയ മരുന്നല്ല. അപ്പോൾ എന്തായാലും നമ്മളിതിനേക്കാളൊക്കെ അടിച്ചുപൊളിയായിട്ട് അവരെ കൊണ്ട് പഠിക്കാൻ കഴിയണവരെ അവർ പഠിക്കട്ടെ. നമ്മളെ കൊണ്ട് കഴിയണവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മളും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. സ്റ്റഡി ടേബിൾ എങ്ങനെയുണ്ട്? എല്ലാവരും ലൈക്ക് ചെയ്യേ.